വെടിനിർത്തൽ പ്രതീക്ഷകൾ സജീവം. സ്വാഗതം Profit24 ഡെയിലി റൗണ്ടപ്പിലേക്ക്. വെടിനിർത്തലിനായി യുഎസിനും ഇറാനും മുന്നിൽ കരാർ അവതരിപ്പിച്ച പാകിസ്ഥാൻ. അടിയന്തരമായൊരു താൽക്കാലിക വെടിനിർത്തൽ, പിന്നീട് ഒരു ദീർഘകാല സമാധാന കരാർ എന്നിവയാണ് ഇസ്ലാമാബാദ് ഉടമ്പടിയുടെ ഭാഗമായി പാകിസ്ഥാൻ അവതരിപ്പിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് തുറക്കുന്നതും കരാറിന്റെ ഭാഗമാണ്. 45 ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടിക്കായി ഇറാന്റെയും യുഎസിന്റെയും മധ്യേഷ്യയിലെ മറ്റ് രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ചകൾ നടത്തുന്നുണ്ട്. സമാധാന ചർച്ചകളുടെ വിവരം പുറത്തുവന്നതോടെ നേട്ടമുണ്ടാക്കി ഓഹരി വിപണി. രാവിലെ ഇടിവോടെ വ്യാപാരം തുടങ്ങിയ സെൻസെക്സും നിഫ്റ്റിയും 1% നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 787 പോയിന്റ് മുന്നേറി 74,106-ൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി 255 പോയിന്റ് നേട്ടത്തോടെ 22,968-ലെത്തി. കൺസ്യൂമർ ഡ്യൂറബിൾസ് മേഖല 2.6%, ധനകാര്യ സേവന മേഖല 2.34%, ബാങ്കിംഗ് ഓഹരികൾ 2%-ലേറെയും കുതിച്ചു. നിക്ഷേപകരുടെ മൂലധനത്തിൽ 5 ലക്ഷം കോടി രൂപയുടെ വർധനവുണ്ടായി. ക്രൂഡ് ഓയിലിൻ്റെയും സ്വർണ്ണത്തിൻ്റെയും വിലയിൽ നേരിയ കുറവ്. ബ്രെൻഡ് ക്രൂഡ് വില ബാരലിന് $103 കുറഞ്ഞിരിക്കുന്നത്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഔൺസിന് $4,600 വരെ താഴ്ന്ന ശേഷം 4,680 എന്ന നിലയിലാണ് വ്യാപാരം ചെയ്യുന്നത്. കേരളത്തിൽ 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 25 രൂപ കുറഞ്ഞ് 13,810 രൂപയിലെത്തി. പവന് 200 രൂപ കുറഞ്ഞ് 1,10,480 രൂപയായി. ഡോളറിനെതിരെ രൂപയും ശക്തി പ്രാപിക്കുകയാണ്. 33 പൈസ മെച്ചപ്പെടുത്തി 92.85 എന്ന നിലയിലേക്ക് രൂപയുടെ മൂല്യം ഇന്ന് മെച്ചപ്പെട്ടു. ഇന്ത്യയുടെ 2 LPG കപ്പലുകൾ കൂടി ഹോർമുസ് കടന്ന് യാത്ര തിരിച്ചു. ഗ്രീൻ സാൻവി, ഗ്രീൻ ആശ എന്നീ കപ്പലുകളാണ് LPGയുമായി ഇന്ത്യയിലേക്ക് വരുന്നത്. ഇതോടെ ഹോർമുസ് കടന്ന ഇന്ത്യൻ എണ്ണ LPG കപ്പലുകളുടെ എണ്ണം 8ആയി. ജഗ്വിക്രം എന്ന ഇന്ധന കപ്പലാണ് ഇനി ഹോർമുസ് കടന്ന് എത്താനുള്ളത്. പാചകവാതകത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുന്നതിനിടെ ചോട്ടുവിനെ കളത്തിലിറക്കി കേന്ദ്ര സർക്കാർ. ID പ്രൂഫ് നൽകുന്നവർക്കെല്ലാം LPG വിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് ചോട്ടു എന്ന വിളിപ്പേരുള്ള 5 കിലോ ഗ്യാസ് സിലിണ്ടർ നൽകാനാണ് നിർദ്ദേശം. മാർച്ച് 23 മുതലാണ് ചെറിയ സിലിണ്ടറുകൾ വ്യാപകമായി വിതരണം ചെയ്തു തുടങ്ങിയത്. ഇതിനകം 6.6 ലക്ഷം കുഞ്ഞൻ സിലിണ്ടറുകൾ ഉപഭോക്താക്കൾക്ക് നൽകിയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. സബ്സിഡി ഇല്ലാതെ മാർക്കറ്റ് റേറ്റിലാണ് ഈ സിലിണ്ടറുകൾ വിൽക്കുന്നത്.